അണ്ണാമലയുടെ രാഷ്ട്രീയം പറയുന്നതിന് മുന്നേ നമുക്ക് തമിഴ്നാടിന്റെ ബേസിക് രാഷ്ട്രീയം പണ്ട് മുതൽ ഇപ്പൊ വരെയുള്ളത് പറഞ്ഞേ പറ്റൂ. അത് പറഞ്ഞതിന് ശേഷം അണ്ണാമലയിലോട്ടും അവസാനം വിജയിലോട്ടും കടക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് തമിഴ്നാടിന്റെ പൊളിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ DMK, ADMK ഇവരുടെയൊക്കെ ബേസിക് എന്താണെന്ന് വെച്ചാൽ ദ്രാവിഡം, സെന്തമിഴ് പ്ലസ് തമിഴ് മക്കൾ. ഇതിനകത്തൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. ചെറിയ രീതിയിൽ ഹൈന്ദവികതയൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിലെ BJPയുടെ ഹൈന്ദവികതയല്ല, അല്ലാതെ അവരുടെ ഈ പറഞ്ഞ കുലദൈവങ്ങളുടെ ആ ഒരു സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ തൃശൂർ പൂരം 300 വർഷം മുമ്പേ ഈ പറഞ്ഞ ശക്തൻ തമ്പുരാൻ കൊണ്ടുവന്ന പാരമ്പര്യമാണെങ്കിൽ 2000 വർഷം മുന്നേ തുടങ്ങിയ ദ്രാവിഡ പാരമ്പര്യമാണ്. ജല്ലിക്കെട്ട് എന്ന് പറയുന്ന രണ്ട് കാളയുടെ ഇടയിൽ ഒരു ചെമ്പിന്റെ തുട്ട് വെച്ചുകൊണ്ട് തുടങ്ങിയ പരിപാടിയാണ്. ആ ഒരു പാരമ്പര്യത്തെ ആർക്കും അടിച്ചമർത്താൻ പറ്റില്ല. ഇങ്ങനെയാണ് തമിഴ്നാടിന്റെ ബേസിക് പൊളിറ്റിക്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ വിജയുടെ രാഷ്ട്രീയത്തിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദ്രാവിഡ രാഷ്ട്രീയവും സെന്തമിഴ് അല്ലെങ്കിൽ അവരുടെ തമിഴ് മക്കൾ പാരമ്പര്യവും പിന്നെ പ്ലസ് ന്യൂജൻ അല്ലെങ്കിൽ റീൽസ് നേതാവ് എന്ന് പറയാം. ഒരു റീൽസ് നേതാവാണ്, ഒരു സൂപ്പർ സ്റ്റാർ ഇമേജ്, ഒരു എന്താ പറഞ്ഞ സിനിമാ നടന്റെ ഒരു പവറൊക്കെ തീർച്ചയായിട്ടും തമിഴ്നാട്ടിലുണ്ടാവും. നമ്മുടെ കേരളത്തിന്റെ പൊളിറ്റിക്സ് അല്ലല്ലോ തമിഴ്നാടിന്റെ പൊളിറ്റിക്സ്. ആ ഒരു വ്യത്യാസം അവരുടെ പാരമ്പര്യത്തിലുണ്ടാവും. പക്ഷെ അവരുടെ ബേസിക് ഐഡിയോളജി എല്ലാം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു റീൽസും കൂടെ ചേർത്ത് ചേർത്തുകൊണ്ടാണ് വിജയുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയവും തമിഴ്നാട് രാഷ്ട്രീയവും കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. കാരണം തമിഴ്നാട്ടിൽ 90% ഹൈന്ദവയിലുള്ള തമിഴ്നാട്ടിൽ 2% വോട്ട് മാത്രമാണ് BJPക്ക്. എന്നാൽ വെറും 50-55% മാത്രം ഹിന്ദുക്കളുള്ള കേരളത്തിൽ 15% വരെ വോട്ട് ബാങ്ക് BJP കിട്ടിയെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതാണ് തമിഴ്നാടിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. കാരണം തീർച്ചയായിട്ടും കേരളത്തിൽ മതേതരത്വ മൂല്യങ്ങൾ ഉള്ള പൊളിറ്റിക്സ് ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ നമുക്ക് ദേശീയബോധമുണ്ട്, ദേശീയതയും നമ്മൾ അതിന്റെ കൂട്ടത്തിൽ വരുന്നു. പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. അവിടെ ദേശീയതയില്ല. അവിടെ ദേശീയത പറഞ്ഞാൽ ഓട്ടിച്ചിട്ടിരിക്കും, അവിടെ ഹിന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചിട്ടിരിക്കും. ഈ സ്ഥാനത്താണ് ഈ പറഞ്ഞ അണ്ണാമലൈ എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യൻ. എന്താണ് തീർച്ചയായിട്ടും ഒരു ഹീറോയിസം. അങ്ങേര് തമിഴ്നാട്ടിലല്ലാതെ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ, അങ്ങേര് സൗത്ത് ഇന്ത്യയിൽ തന്നെ കേരളം ഉൾപ്പെടെയുള്ള ഏതെങ്കിലും സംസ്ഥാനത്തൊക്കെ ആയിരുന്നെങ്കിൽ എപ്പോഴേ അങ്ങേര് ഏത് ലെവലിൽ ഉയർന്നേനെ. ഇനി പോട്ടെ, നോർത്ത് ഇന്ത്യയിലെങ്ങാണോ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങേര് മുഖ്യമന്ത്രി, ഭാവി പ്രധാനമന്ത്രി. അത്രയും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. അതായത് ത്യാഗം സഹിക്കാനും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. അങ്ങേര് IPS ആയിട്ട് കുറച്ചുനാൾ കർണാടകത്തിൽ വർക്ക് ചെയ്തിട്ടപ്പോൾ കർണാടക സിംഹം എന്നാ വിളിച്ചത്. അത്രമാത്രം. അതായത് റിയൽ ഹീറോ ആണ് ശരിക്കും. വിജയുടെ കൂട്ട് റിയൽ ഹീറോ അല്ലെന്ന് മനസ്സിലാക്കുക. അയാള് ഈ പറഞ്ഞ അയാൾക്ക് എത്ര ഓഫറുകൾ BJPക്കാർ വെച്ചെന്നറിയോ? കേന്ദ്ര മന്ത്രിസ്ഥാനം, മറ്റു കാര്യങ്ങൾ അയാൾ തള്ളി. കാരണം അയാൾക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കയറി വരണം. തീർച്ചയായിട്ടും അയാളുടെ ബേസിക് ക്യാരക്ടർ അതാണ്. അങ്ങനെ തന്നെയാണ് ഒരുപാട് വലിയ വലിയ നേതാക്കൾ, പണ്ട് മുതലെയുള്ള നേതാക്കളുടെ എല്ലാം ബേസിക് ക്യാരക്ടർ അതാണ് ഈ പറഞ്ഞ അണ്ണാമലയ്ക്കും സംഭവിച്ചത്. പക്ഷെ അണ്ണാമലയുടെ ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ദൗത്യമാണ്. കാരണം അണ്ണാമല കൊണ്ടുവരുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സെന്തമിഴ് രാഷ്ട്രീയവും ദ്രാവിഡ രാഷ്ട്രീയവും കൂടെ തമിഴ് മക്കൾ പ്ലസ് ഭാരത മക്കൾ എന്നൊരു സാധനം കൂടെ അണ്ണാമല കൊണ്ടുവരുന്നത്. ഈ ഒരു സാധനമാണ് അടിച്ചേൽപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഹിന്ദി രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഹിന്ദിക്കാരെ അല്ലെങ്കിൽ ദേശീയതയെ അല്ലെങ്കിൽ അമിത്ഷായെ, നരേന്ദ്രമോദിയെ ഓട്ടിച്ചിട്ടടിക്കുന്ന, കേരളത്തിൽ പോലും സ്വീകാര്യതയുള്ള ഇവരെയൊക്കെ തമിഴ്നാട്ടിൽ ഓട്ടിച്ചിട്ടടിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ആ ഒരു സ്ഥലത്താണ് അണ്ണാമല എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ ഒരു പവർ, അല്ലെങ്കിൽ അയാൾ ഈ 2% വോട്ടിൽ നിന്നും 12